വയനാട്ടിലും കോഴിക്കോടും പാലക്കാടും ഭൂമിക്കടിയിൽ നിന്ന് അസാധാരണ ശബ്ദവും മുഴക്കവും കേട്ടെന്ന് നാട്ടുകാർ. പിണങ്ങോടും അമ്പലവയലിലും എടക്കലിലും അസാധാരണ ശബ്ദം കേട്ടു എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. വയനാട് നെന്മേനി പഞ്ചായത്തിലെ സ്കൂളുകൾക്ക് അവധി നൽകി. കോഴിക്കോട് കൂടരഞ്ഞിയിലും കലങ്ങോടും പ്രകമ്പനമുണ്ടായതായി നാട്ടുകാർ പറഞ്ഞു. അസാധാരണ ശബ്ദമുണ്ടായ പ്രതിഭാസം കേന്ദ്ര സംഘത്തെ ധരിപ്പിച്ചെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. ഞങ്ങളെല്ലാവരും ഇപ്പോൾ കളക്ടറേറ്റിലായിരുന്നു. MLA മാരും ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ഉദ്യോഗസ്ഥരും കളക്ടറും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം തന്നെ അതിന് വേണ്ട ഇടപെടൽ ഞങ്ങളെല്ലാവരും അപ്പം തന്നെ ഇരുന്ന് കൂടിയാലോചിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ പരിശോധനയിൽ വന്നിട്ടുള്ള ഭൂചലനമല്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നു. എന്തായാലും അതും പരിശോധിക്കാം. എന്തായാലും അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങളെല്ലാ നിലയിലും അതിൻ്റെ കാര്യങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ റിപ്പോർട്ടുകൾ വന്നാൽ മാത്രമേ ആധികാരികമായി എന്തെന്ന് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. എന്തായാലും വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഈ വിഷയത്തെയും കാണുന്നത്. ഈ പ്രത്യേക സംഭവം കേന്ദ്ര സംഘത്തെ അറിയിക്കുന്ന സ്ഥിതിയുണ്ടായി. അവരും വരുമ്പോഴാണ് ഇത് നടന്നിട്ടുള്ളതെന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനൊരു ഗൗരവത്തെക്കുറിച്ച് അവർക്കും ശരിയായ അർത്ഥത്തിൽ ബോധ്യമായിട്ടുണ്ട്. അതേസമയം നിലവിൽ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്ന് വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ പറഞ്ഞു. ഇപ്പോൾ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട. നമ്മൾ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡയറക്ഷൻസ് കൊടുക്കും. ഇപ്പം നിലവിലെ ഒരാഴ്ച മുമ്പേ അല്ലേ നമുക്ക് ഇതൊക്കെ എല്ലാം സംഭവിച്ചതോ. സോ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ആ പേടി ഉണ്ടാവും, അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്തായാലും ഒരു എക്സ്പെർട്ട് ടീം ഇവിടെ ഉണ്ട്. ഓക്കെ, ദേ ആർ ഓൾ ലുക്കിംഗ് ഇൻ ടു ദോസ് തിങ്സ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഇവാക്യുവേഷൻ ചെയ്യും. ഒരു പാനിക് ആവണ ആവശ്യമില്ല. ആവശ്യമെങ്കിൽ ജനങ്ങളെ അമ്പലവയൽ സ്കൂളിലേക്ക് മാറ്റുമെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു. സാധാരണ കുലുക്കം ഭൂചലനമല്ലെന്ന് നാഷണൽ സെന്റർ ഓഫ് സിസ്മോളജി വിദഗ്ധൻ RK സിംഗ് 24നോട് പറഞ്ഞു. അസ്വാഭാവികത ഉണ്ടോ എന്ന് പരിശോധിച്ച് വരികയാണെന്നും നിലവിൽ ഭൂകമ്പ സൂചനയില്ലെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും വ്യക്തമാക്കിയിട്ടുണ്ട്. വിപിൻ C വിജയനും ഒപ്പം സജോ ദേവസി നൽകും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വയനാട്ടിൽ നിന്നും. ആദ്യം സജോയിലേക്ക്. സജോ, മേഖലയിലാകെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് വലിയ ആഘാതം നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനൊരു പ്രതിഭാസം ഉണ്ടായിരിക്കുന്നത്, എന്താണ് ഇത് അനുഭവപ്പെട്ട ആളുകൾ പറയുന്നത്? ഈ വലിയ ശബ്ദം കേട്ടു എന്നല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, ഈ പലയിടങ്ങളിലും ഒരു കുലുക്കം അനുഭവപ്പെട്ടു, ജനലുകളൊക്കെ കുലുങ്ങിയെന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് നാട്ടുകാർ, ഈ അനുഭവം ഉണ്ടായ ആൾക്കാർ പറയുന്നത്? സജോയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താം. എന്തായാലും ഈ മേഖല ഒന്നാകെ തന്നെ വലിയ ശബ്ദം കേട്ടു എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. നേരത്തെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇതിപ്പോൾ ആളുകളെ പരിഭ്രാന്തരാക്കിയിരിക്കുന്നത്. സജോയിലേക്ക്. സജോ, ഈ മേഖലയിൽ ഒന്നാകെ തന്നെ എല്ലാവരും പറയുന്ന ഒരേ കാര്യം, ഈ 2 തവണ വലിയ ശബ്ദം ഭൂമിക്കടിയിൽ നിന്ന് കേട്ടു എന്നാണ്. മറ്റ് എന്തെങ്കിലും അനുഭവം, അതായത് ഈ അസാധാരണ ശബ്ദമല്ലാതെ ഈ കുലുക്കം അനുഭവപ്പെട്ടു എന്ന് പറയുന്ന ആൾക്കാരുണ്ടോ? എന്താണ് അവരുടെയൊക്കെ പ്രതികരണങ്ങൾ? പ്രജിൻ, അതായത് ഏറ്റവും ആദ്യം ഈ വിവരം പുറത്തു വന്നത് നെന്മേനി പഞ്ചായത്തിൽ നിന്നാണ്. നെന്മേനി പഞ്ചായത്തിലെ വെള്ളച്ചാട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ആളുകളൊക്കെ പറയുന്നത്, മിക്കവാറും നമ്മൾ നിരവധി ആളുകളോട് നമ്മൾ സംസാരിച്ചു ഇതിനകം, അവരുടെ പ്രതികരണങ്ങളും നമ്മൾ ലഭ്യമാക്കി. അവരെല്ലാം പറയുന്നൊരു കാര്യം എന്നത്, ഇവിടെ പലരും പറയുന്നത് വലിയ ശബ്ദം കേട്ടു, ചിലർ പ്രകമ്പനം ഉണ്ടായി എന്ന് പറയുന്നു, ചിലർ ചെറിയ ജർക്കിംഗ് അനുഭവപ്പെട്ടു എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരെല്ലാവരും പറയുന്നത്. അതായത് നേരിട്ട് ആ കാര്യങ്ങൾ അനുഭവിച്ചു, മനസ്സിലാക്കി, അല്ലെങ്കിൽ സംഭവം ഉണ്ടായി എന്നവർ ആവർത്തിച്ച് പറയുകയാണ്. അതേസമയം ഭൂചലനം എന്നൊരു സംഗതി ഇല്ല, അങ്ങനെ എന്തെങ്കിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ എന്നതാണ് ജില്ലാ ഭരണകൂടം ആവർത്തിച്ച് വ്യക്തമാക്കുന്ന കാര്യം. അതേസമയം ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് നെന്മേനി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികളുമൊക്കെ പറയുന്നത്, ആളുകളുടെ ആശങ്ക പരിഗണിച്ച് മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അതിനാവശ്യമായുള്ള ലൊക്കേഷൻസ് ഇതിനകം ഐഡന്റിഫൈ ചെയ്തു. പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 7ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി, ഒപ്പം ജാഗ്രത പാലിക്കുക എന്ന നിർദ്ദേശവും നൽകി. ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കലിലേക്ക് പോകാം. പക്ഷേ ഇപ്പോൾ അതിങ്ങനെ ഒരു മാസീവായിട്ടുള്ള ഒരു മാറ്റിപ്പാർപ്പിക്കലിൻ്റെ ആവശ്യകതയില്ല എന്നതാണ് പറയുന്നത്. മറ്റൊന്ന്, ഇത് സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടാക്കുക എന്നതാണ് അടിയന്തരമായി ചെയ്യാൻ കഴിയുന്നൊരു കാര്യം. അതായത് കൃത്യമായൊരു ചിത്രം ഈ കാര്യത്തിൽ ഉണ്ടാക്കുക, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഇതിൻ്റെ എന്തെങ്കിലും പ്രത്യേകമായ പ്രതിഭാസമുണ്ടോ, അതിലേക്ക് നയിച്ചത് എന്താണ്, അത്തരം കാരണങ്ങളൊക്കെയാണ്. അത് കുറേ കൂടി ശാസ്ത്രീയമായി വിദഗ്ധർ തന്നെ പറയേണ്ടതാണ്. ഒപ്പം നമ്മുടെ വിദഗ്ധ ഏജൻസികൾ കൂടി ഈ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ കൂടി പരിഗണിച്ച് പറയേണ്ടതാണ്. ജിയോളജി വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്, റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥരുണ്ട്, ജനപ്രതിനിധികളും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് ഇക്കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാക്കണം. ആളുകളുടെ ആശങ്ക അകറ്റാനുള്ള ഇടപെടൽ വേണം. എന്തെങ്കിലും ഇത് പ്രത്യേക പ്രതിഭാസമാണോ എന്നത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടാക്കണം. അങ്ങനെ പല കാര്യങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ ഇനി പോകേണ്ടതാണ്. അതിലേക്ക് കടക്കും എന്നാണ് പറയുന്നത്. ഒപ്പം MLA അടക്കം ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. MLA പ്രതികരണങ്ങൾ കൂടിയും നമുക്ക് എത്തിക്കാം, അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി എടുക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരിഭ്രാന്തരാകരുത് എന്നതാണ് പറയുന്നത്. കാരണം ഇത് ആദ്യം ഈ വിവരം പുറത്തു വന്നത് നെന്മേനി പഞ്ചായത്തിൽ നിന്നാണ് എങ്കിൽ കൂടിയും നിലവിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സമാനമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക സംഗതിയല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഒപ്പം ഈ ഏറ്റവും ആദ്യം ഈ വിവരം പുറത്തു വന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വിശദമായ ഒരു പരിശോധനയിലേക്ക് പോകേണ്ടി വരും. വിശദമായി എന്താണ് സംഗതി എന്നൊക്കെ ഈ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കേണ്ടി വരും എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം നമുക്ക് കൂടുതൽ എന്താണ് വിശദമായ പഠനം നടത്തും എന്നാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്നത്. വിശദമായ പഠനം അനിവാര്യമായി വരും എന്നതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒപ്പം ഈ പ്രദേശങ്ങളിലുള്ള ആളുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പലരും പറയുന്നത് ഈ ഉരുൾപൊട്ടൽ ദുരന്തം ഇവിടെ നടന്നു, ഒരുപാട് ആളുകളുടെ ജീവൻ നമുക്ക് നഷ്ടമായി. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാകും എന്ന അത് തർക്കമറ്റ കാര്യമാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി തന്നെ വലിയ ആശങ്കയുണ്ടാകും. അതുകൊണ്ട് ആളുകളെ ഇനി വിശ്വാസത്തിലെടുക്കുക, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതടക്കം വിശദമായ പരിശോധനയിലേക്ക് പോകണം എന്നതാണ്. അപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത് ഇവിടെ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ ഇതിന് മുകൾ പ്രദേശത്ത് എടക്കൽ കേവിൻ്റെ താഴ്വാരത്ത് നിന്നാണ് ആദ്യം ഇത്തരമൊരു താഴ്വാരത്തുള്ള ആളുകളാണ് ഇത്തരമൊരു സംഭവം ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായും അവിടെയുള്ള ആളുകൾ അവിടെയുള്ള ഇതിനകം ശാസ്ത്രീയ നിർമ്മാണങ്ങൾ, മുൻകാലങ്ങളിൽ അവിടെ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ, ചില ഉരുൾപൊട്ടൽ പ്രതിഭാസങ്ങൾ എന്നിവ സംബന്ധിച്ച് അവർക്ക് ആശങ്കയുണ്ട്. അത്തരമൊരു ആശങ്ക കൂടുതൽ ശക്തമാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി നമ്മൾ കാണേണ്ടത് ഈ വയനാട് ഈ മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവരത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. ജനപ്രതിനിധികൾ പറയുന്നത് അവരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്, ആളുകളെ കൂടി ഇനിയിപ്പോൾ ഒരു അവലോകന യോഗം കൂടി ഇക്കാര്യത്തിൽ ചേരും. ഉദ്യോഗസ്ഥരുടെയും ഒപ്പം ഇക്കാര്യത്തിൽ ഗ്രൗണ്ട് റിപ്പോർട്ടുകളുമൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് വിശദമായി ഒരു അവലോകന യോഗത്തിലേക്ക് പോകും. അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാക്കാൻ കഴിയുക. അതിനുശേഷം ഈ കാര്യങ്ങൾ ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും എന്താണ് അവർ പറയുന്നത്. MLA ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, മറ്റ് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഉദ്യോഗസ്ഥരുണ്ട്, ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെയുണ്ട്. അവരൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആളുകളുടെ ഒരു ആശങ്ക അകറ്റണം എന്നതാണ്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ആശങ്കയില്ല എന്നത് ഏജൻസി റിപ്പോർട്ടുകൾ അങ്ങനെ ആയതുകൊണ്ട് അതിനെ നമുക്ക് ആശ്രയിക്കാം, തൽക്കാലം അത് വിശ്വാസത്തിലെടുക്കാം. പക്ഷേ അപ്പോഴും ഇത് നേരിട്ട് അനുഭവിച്ച, നേരിട്ട് മനസ്സിലാക്കിയ ആളുകളെ കുറെ കൂടി വിശ്വാസത്തിലെടുക്കേണ്ടി വരും. അവർക്ക് കൂടി ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ കാര്യങ്ങളെ കുറെ കൂടി ഗൗരവത്തോടു കൂടി സമീപിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ആളുകളെല്ലാം ആവർത്തിച്ച് കാര്യങ്ങളെ കുറെ കൂടി ഗൗരവത്തിൽ സമീപിക്കേണ്ടി വരും. നമ്മളോടൊപ്പം ചേരുകയാണ് MLA യോട് ചോദിക്കുക. അതായത് ഇപ്പോൾ നിലവിൽ ജില്ലാ ഭരണകൂടമൊക്കെ പറയുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്